വിഷുവിന് മുമ്പ് മുണ്ടക്കൈ ടൗൺഷിപ്പിലെ 178 വീടുകൾ താമസയോഗ്യമാക്കുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ഉറപ്പ് പാഴായി. പല വീടുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. മഴയ്ക്ക് മുമ്പെങ്കിലും താമസം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആദ്യഘട്ടത്തിൽ വീട് ലഭിച്ച ദുരന്തബാധിതർ പറയുന്നു. സർക്കാർ നൽകുന്ന ദിനബത്ത കഴിഞ്ഞ മാസം ലഭിച്ചില്ല എന്നും ദുരന്തബാധിതർ കൂട്ടിച്ചേർത്തു. വിഷു ഇവിടെ ആഘോഷിക്കാമെന്ന രീതിയായിരുന്നു നമ്മുടെ പറഞ്ഞിരുന്നത്. പക്ഷേ നോക്കുമ്പോൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ലേശം ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും പല ആശങ്കകളുണ്ട്. മഴയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു 40 വീടോളം ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് താമസിക്കുന്നവർക്ക് താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജില്ലാ കളക്ടറെ കണ്ടു. കളക്ടറോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് 178 വീട് ഒരുമിച്ച് തന്നെ വേണം എന്ന് തന്നെയാണ്. കാരണം ഒറ്റപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ മറ്റു വീടിന് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഞങ്ങൾ കണ്ടു. പുള്ളിക്കാരത്തിയോട് സംസാരിച്ചു. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ 178 വീടും സജ്ജമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9,000 രൂപ നമുക്ക് മാസം കിട്ടേണ്ടത് കിട്ടാത്തതിൽ നമുക്ക് ആശങ്കയുണ്ട്. കാരണം പല ആളുകളും പല പ്രയാസപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടു. വേറെ ചൂരൽമല മുണ്ടക്കി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് പറിച്ചു നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ദിനപത്ത കിട്ടാത്തതിൽ വിഷമമുണ്ട്. യെസ്, ഈ വിഷുവിനെങ്കിലും കയറി താമസിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ദുരന്തബാധിതരുണ്ടായിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഫൈസൽ നെടുമ്പാല അവിടുത്തെ സ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥയും അവിടുത്തെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ദുരന്തബാധിതർ പ്രതികരണവും ഒക്കെയായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫൈസലിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ആദ്യഘട്ടത്തിൽ കൈമാറിയ 178 വീടുകൾ വിഷുവിന് മുമ്പ് താമസയോഗ്യമാക്കുമെന്നുള്ളതായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ്. എന്നാൽ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം 50 വീടുകൾ മാത്രമാണ് ഇപ്പോൾ പൂർണ്ണ സജ്ജമായിട്ടുള്ളത്. ദുരന്തബാധിതർ പറയുന്നത് 178 വീടുകളും ഒരുമിച്ച് താമസയോഗ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. നേരത്തെ ഈ ഏപ്രിൽ 15 വിഷുവിന് മുമ്പ് തന്നെ ഈ 178 വീടുകളും താമസയോഗ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പല വീടുകളിലും ഇനിയും പ്രവർത്തികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ 40 വീടുകൾ മാത്രമാണ് പൂർണ്ണമായും സജ്ജമായിട്ടുള്ളത്. ബാക്കി വീടുകളിൽ ഡ്രൈനേജ്, അതുപോലെ വീടിനകത്തുള്ള പ്രവൃത്തികളും അതുപോലെ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ആ പ്രവൃത്തികളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്ക് മുമ്പെങ്കിലും ഈ വീടുകൾ പൂർണ്ണ വാസയോഗ്യമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്.